സംഘർഷം 3 ആഴ്ച പിന്നിടുമ്പോൾ 9 രാജ്യങ്ങളിലെ 39 ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഇറാന്റെ ആക്രമണങ്ങളെ വീണ്ടും ശക്തമായി പ്രതിരോധിച്ചെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ച 3 ബാലിസ്റ്റിക് മിസൈലുകളും 8 ഡ്രോണുകളും നേരിട്ടു. ഇതോടെ ആകെ 2104 ആക്രമണശ്രമങ്ങളെ UAE പ്രതിരോധിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇറാൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇതുവരെ 341 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും 1748 ഡ്രോണുകളും നേരിട്ടെന്ന് UAEയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇപ്രകാരം സംഘർഷം 3 ആഴ്ച പിന്നിടുമ്പോൾ 2104 ആക്രമണ ശ്രമങ്ങളെ രാജ്യം പ്രതിരോധിച്ചതായി ഈ കണക്കുകൾ പറയുന്നു. ആക്രമണങ്ങളിൽ 2 സായുധ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. കൂടാതെ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ 6 പേരും കൊല്ലപ്പെട്ടു. ഇപ്രകാരം ആകെ 8 പേർ മരിച്ചെന്നും 160 പേർക്ക് പരിക്കേറ്റെന്നും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യ, UAE, ഈജിപ്ത്, സുഡാൻ, എത്യോപ്യ, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, ഇറാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അസർബൈജാൻ, യമൻ, ഉഗാണ്ട, ലെബനൻ, എറിത്രിയ, അഫ്ഗാനിസ്ഥാൻ, ബഹ്റൈൻ, കൊമോറോസ്, തുർക്കി, ഇറാഖ്, നേപ്പാൾ, നൈജീരിയ, ഒമാൻ, ജോർദാൻ, പലസ്തീൻ, ഘാന, ഇന്തോനേഷ്യ, സ്വീഡൻ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് പരുക്കേറ്റത്. അതേസമയം ഇറാന്റെ ഏത് ആക്രമണത്തെയും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് UAEയുടെ പ്രതിരോധ മന്ത്രാലയം ആവർത്തിച്ചു. സൗദിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരൻ മരിച്ചതായി സൗദിയിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു. ഇതിനിടെ 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 39 ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് സംഘർഷത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എണ്ണ ശുദ്ധീകരണശാലകൾ, പ്രകൃതിവാതക പാടങ്ങൾ, മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ആഘാതം മാറാൻ ഇനി അല്പം കൂടി കാത്തിരിക്കണമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.